വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉൾക്കൊള്ളുന്ന ഒരു ക്ലാസ് ആണ് കേട്ടോ. ക്ലാസ്സിലേക്ക് കടക്കാം. 4 ഭാഗങ്ങളിലായി 4000-ഓളം പേജുകളുള്ള മലയാളത്തിലെ നോവലിന്റെ പേര് എന്താണ്? അവകാശികൾ. ഭാർഗവീ നിലയം എന്ന സിനിമയുടെ തിരക്കഥയ്ക്ക് ആധാരമായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചെറുകഥയുടെ പേര് എന്താണ്? നീല വെളിച്ചം. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. അള്ളാപ്പിച്ച മൊല്ലാക്ക എന്ന കഥാപാത്രം ആരുടെ സൃഷ്ടിയാണ്? OV വിജയൻ. നീതി ആയോഗിന്റെ അധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രി. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം കാർഷിക വികസനമായിരുന്നു എങ്കിൽ 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? സുസ്ഥിര വികസനം. സാധാരണക്കാർക്ക് ഓഹരി കമ്പോളത്തിൽ പ്രവർത്തിക്കാനുള്ള നിക്ഷേപ മാർഗത്തിന് വിളിക്കുന്ന പേരെന്താണ്? മ്യൂച്വൽ ഫണ്ട്. ഒരു പുതിയ സാങ്കേതിക വിദ്യയോ ഉൽപ്പന്നമോ കണ്ടുപിടിക്കുന്നവർക്ക് നിശ്ചിത കാലത്തേക്ക് നൽകുന്ന സംരക്ഷണത്തിന് നൽകിയിരിക്കുന്ന പേര് എന്താണ്? പേറ്റന്റ്. ഗ്രാമീണ വികസനത്തിനും കാർഷിക വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത ബാങ്കിന്റെ പേര് എന്താണ്? നബാർഡ്. 1972 സ്വീഡന്റെ തലസ്ഥാനമായ സ്റ്റോക്ക്ഹോമിൽ വെച്ച് നടന്ന ആദ്യ ലോക സമ്മേളനം, പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള ആദ്യ ലോക സമ്മേളനത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധി. കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രധാന ബാങ്കിംഗ് ഇതര ധനകാര്യ കമ്പനി ഏതാണ്? ഓപ്ഷൻസ് ഞാൻ തരാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമാവും കേട്ടോ. അതായത് KSEB, കിൻഫ്ര, KSFE, നബാർഡ്. ഏതാണ്? KSFE ആണ് അല്ലെ? എല്ലാവർക്കും അറിയുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. കുടിയേറ്റ തൊഴിലാളികളെ സഹായിക്കാനായി രൂപം കൊണ്ടിട്ടുള്ള ബാങ്ക് ഏതാണ്? വളരെ പ്രധാനമാണ്. ബാങ്കിന്റെ പേര് പേയ്മെന്റ് ബാങ്ക് എന്നാണ്. എന്താണ് പേര്? പേയ്മെന്റ് ബാങ്ക്. ഇന്ത്യൻ കറൻസി നോട്ടുകൾ അടിച്ചിറക്കാൻ അധികാരമുള്ള ഇന്ത്യയിലെ ഏക സ്ഥാപനത്തിന്റെ പേരെന്ത്? കറൻസി നോട്ടുകൾ അടിച്ചിറക്കാനുള്ള അധികാരം ഇന്ത്യയിലെ ഏത് സ്ഥാപനത്തിനാണുള്ളത്? അല്ലെങ്കിൽ ഏത് ബാങ്കിനാണുള്ളത്? റിസർവ് ബാങ്കിനാണുള്ളത്. ചെറുകിട സംരംഭകർക്കും മൈക്രോ ഫിനാൻസിനും സാമ്പത്തിക സഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ ബാങ്കിന്റെ പേര് എന്താണ്? മുദ്ര ബാങ്ക്. ഇന്ത്യൻ രൂപയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരം ലഭിക്കുന്ന ചിഹ്നം നിലവിൽ വന്ന വർഷം എന്നാണ്? 2010. പ്ലാസ്റ്റിക് സഞ്ചികളുടെ കനം അളക്കുന്ന യൂണിറ്റിന്റെ പേരെന്താണ്? പ്ലാസ്റ്റിക് സഞ്ചികളുടെ കനം അളക്കുന്ന യൂണിറ്റിന്റെ പേര് മൈക്രോൺ എന്നാണ്. എന്താണ്? മൈക്രോൺ. ഒരു സോളാർ ദിനം എത്ര സെക്കൻഡ് ആണ്? ഒരു സോളാർ ദിനം 86,400 സെക്കൻഡ് ആണ്. 86,400 സെക്കൻഡ് ആണ്. എന്താ സോളാർ ദിനം എന്ന് പറഞ്ഞാൽ? ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള സമയത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സോളാർ ദിനം. ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള സമയം കേട്ടോ. അപ്പൊ സോളാർ ദിനം എന്ന് പറയുന്നത് 86,400 സെക്കൻഡ് ആണെന്ന് ഓർക്കുക. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് മേഘാലയയിലെ മൗസിൻഡ്രം, ചിറാപുഞ്ചി എന്നിവ. ഇവ ഏത് മലനിരകളിൽ കാണപ്പെടുന്നു എന്ന് ഓർക്കണം. ഏതാണ്? ഖാസി കുന്നുകളിലാണ്. എവിടെയാണ്? ഖാസി കുന്നുകളിൽ. നെക്സ്റ്റ് വൺ, കേരളത്തിൽ ആദ്യത്തെ ട്രൈബൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നിലവിൽ വന്നത് എവിടെയാണ്? പാലോടാണ്. എവിടെയാണ്? പാലോട്. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ നിന്ന് കുറഞ്ഞ അളവിൽ മാത്രം മഴ ലഭിക്കുന്ന പശ്ചിമഘട്ടത്തിന്റെ കിഴക്കൻ ചെരുവുകളെ പൊതുവെ എന്ത് വിളിക്കുന്നു? എന്താണ് വിളിക്കുന്നത്? മഴ നിഴൽ പ്രദേശങ്ങൾ എന്ന് വിളിക്കുന്നു. ഇന്ത്യയിൽ ആദ്യത്തെ പേയ്മെന്റ് ഗ്രാമപഞ്ചായത്തിന്റെ പേര് എന്താണ്? മഞ്ചേശ്വരം. വേനലിന്റെ അവസാന നാളുകളിൽ കേരളത്തിലും കർണാടക തീരത്തും സാധാരണയായി രൂപപ്പെടുന്നതും മൺസൂണിന് മുന്നോടിയായുള്ളതുമായ കാറ്റുകളെ വിളിക്കുന്ന പേര് എന്താണ്? മാംഗോ ഷവർ അഥവാ മാമ്പഴക്കാറ്റ്. സമ്പൂർണ്ണ വൈദ്യുതീകരണം നടത്തിയ കേരളത്തിലെ ആദ്യത്തെ നിയോജക മണ്ഡലത്തിന്റെ പേര് എന്താണ്? ഇരിങ്ങാലക്കുട. കേരളത്തിൽ ആദ്യത്തെ
ഹെറിറ്റേജ് വില്ലേജ് ആയി പ്രഖ്യാപിക്കപ്പെട്ടത് ഏതിനെയാണ്? കൽപ്പാത്തി അഗ്രഹാരം. സുന്ദർബൻ എന്ന് പറയുന്നത് ഏതിനം വനമേഖലയാണ്? കണ്ടൽ കാടുകൾ. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്ന ദേശീയ പാതയ്ക്ക് എന്ത് പേരിട്ട് വിളിക്കാം? NH-44. ഹെറിംഗ് പോണ്ട് എന്നറിയപ്പെടുന്ന സമുദ്രഭാഗം ഏതാണ്? വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രഭാഗം. ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറേ ചെരിവിലുള്ള മലനിര ഏതാണ്? പശ്ചിമഘട്ടം. അസന്തുലിതമായ ഒരു ബാഹ്യബലം പ്രയോഗിക്കുന്നതുവരെ ഓരോ വസ്തുവും അതിന്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖ സമചലനത്തിലോ തുടരുന്നതാണ്. ഈ നിയമം ഏത് പേരിൽ അറിയപ്പെടുന്നു? ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം. ഇന്ത്യയിൽ ഭൂപട നിർമ്മാണത്തിന് ചുമതലപ്പെട്ട സ്ഥാപനത്തിന്റെ പേരെന്താണ്? സർവേ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ തെക്കേയറ്റം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഇന്ദിര പോയിന്റ്. കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് മലനാട്? 48%. ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹങ്ങളെ വേർതിരിക്കുന്നത് എന്താണ്? 10 ഡിഗ്രി ചാനൽ. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ നമ്മള് ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങള്. ചോദ്യങ്ങൾ വളരെ ഭംഗിയായിട്ട് കേട്ട് പഠിക്കുക. എഴുതി വെക്കണം എന്നുള്ളവര് എഴുതി വെച്ച് ഭംഗിയായിട്ട് പഠിക്കുക കേട്ടോ. അടുത്ത് വരേണ്ട നമ്മുടെ സെയിൽസ്മാൻ പോലുള്ള എക്സാമുകൾക്ക് അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് OA, പിന്നെ ഇനി വരാൻ പോകുന്ന നമ്മുടെ ലാസ്റ്റ് ഗ്രേഡ് എക്സാം വരാൻ പോകുന്നുണ്ട്. കമ്പനി കോർപ്പറേഷന്റെ 90% എഴുതുന്ന കുട്ടികൾക്കും നന്നായി പഠിച്ചെഴുതുന്ന കുട്ടികൾക്കും ജോലി കിട്ടുന്ന ഒരു മേഖലയാണത്. അപ്പൊ അതിനൊക്കെ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാവും. ഭംഗിയായിട്ട് കേട്ട് പഠിക്കുക. ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുന്നതോടൊപ്പം ഇഷ്ടപ്പെട്ട ക്ലാസ്സുകളാണെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കൂ. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും. അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.